പ്രിയമുള്ളവരെ, നമുക്ക് മക്കൾ ഉണ്ടായിക്കഴിയുമ്പോൾ, മക്കൾ അല്പം വളർന്നു കഴിയുമ്പോൾ അവർ നമ്മളെ നോക്കി, മാതാപിതാക്കളെ നോക്കി അവരെ പോലെ ആകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കും. അവർ നമ്മളെപ്പോലെ വസ്ത്രമിടാനും നമ്മുടെ വസ്ത്രം എടുത്തുകൊണ്ട് അണിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളെല്ലാം ചെയ്ത് അതേപോലെ പ്രവർത്തിക്കാനൊക്കെ തുടങ്ങും. അതൊരു ഇമിറ്റേഷൻ മാത്രമാണ്. എന്തുകൊണ്ട് ഞാനിവിടെ പറയാൻ കാരണം, പിതാവ് ചെയ്തല്ല പ്രകാരം തന്നെ പുത്രൻ ചെയ്യും എന്ന് പറയുന്ന ഈ സുവിശേഷ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. എൻ്റെ അപ്പൻ കരിങ്കല്ല് പണിക്കാരനായിരുന്നു. ആഴ്ചയുടെ അവസാനമാണ് പുള്ളി വീട്ടിൽ വരുന്നത്. തിങ്കളാഴ്ച രാവിലെ പോകും, വെള്ളിയാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ശനിയാഴ്ച വൈകിട്ടോ ആയിരിക്കും ആളെത്തുക. വീക്കെൻഡിൽ മാത്രമാണ് വീട്ടിൽ വരിക. ഞാൻ ആളെടുക്കുന്ന പണി ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് കാണാൻ പുള്ളി ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ അപ്പൻ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ഞാൻ കുറച്ച് കൃഷി സ്ഥലമൊക്കെ ഉണ്ട്. കുറച്ച് കുരുമുളകും അനുബന്ധമായ കുറച്ച് കൃഷിയും പാടവും തെങ്ങും അനുബന്ധമായ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് എന്നെയും ചേട്ടനെയും ഒക്കെ കൂട്ടി കൊണ്ടുപോകും, ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി രാവിലെ അവിടേക്ക് പോകും. ശനിയാഴ്ച സമയം കിട്ടിയാൽ, അല്ലെങ്കിൽ ഞായറാഴ്ച അല്പം സമയം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ പിടിച്ച് കെട്ടാൻ. ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, കുട്ടികളോടല്ല, ഞാൻ മുതിർന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അത് കെട്ടാനും ചിലപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെയൊക്കെ കുറച്ച് വളവിടാനോ ഒക്കെ കാണിച്ചു തരും. അതൊരു പ്രചോദനമായിരുന്നു. അപ്പോൾ ഞാൻ വലിയ താല്പര്യം കാണിച്ച് ഇതെല്ലാം ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു. പാടത്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പശുവിനെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അവർ വിചാരിച്ചു ഞാൻ ഒരു കൃഷിക്കാരനാകും. അമ്മയും വിചാരിച്ചു ഓക്കെ, അവനൊരു നല്ല കൃഷിക്കാരനാകും, നമുക്ക് കുറച്ചും കൂടി സ്ഥലം വാങ്ങാം. അങ്ങനെ കുറച്ചും കൂടി സ്ഥലം വാങ്ങി. കാരണം ആൺപിള്ളേർ വളർന്നു വരുന്നു, പെൺപിള്ളേരും വളർന്നു വരുന്നു. ഞങ്ങൾ 5-6 മക്കളുണ്ട്. അപ്പോൾ ലാൻഡ് വാങ്ങുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രക്രിയ. ലാൻഡ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നു, പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് വാങ്ങി. അവിടെ കൃഷി ചെയ്യാൻ പോകാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം പഠിക്കാൻ പോകണ്ട, അതൊരു ഗുണമാണ്. സ്കൂളിൽ പോകണ്ട, അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ വേഗം വീട്ടിലേക്ക് വരാം. വീട്ടിൽ വന്നാൽ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട, നേരെ പാടത്ത് പശുവിനെ എൻ്റെ അടുത്തേക്ക് പോകാം, പശുവിനെയും കൊണ്ട് പോകാം, പുല്ല് പറിക്കെന്ന് പറഞ്ഞു പോകാം. അത് കഴിഞ്ഞ് വെള്ളത്തിൽ ചാടാം, അതിന് ചെളി കിടക്കാം, പിന്നെ അവിടെ കിടക്കണം, മീൻ പിടിക്കാം, ഞവണിക്കുക എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട് പാടത്ത് കിട്ടുന്ന സാധനങ്ങളെല്ലാം. ഇതെല്ലാം എടുക്കാം. ഇതായിരുന്നു നമ്മുടെ വിദ്യകൾ. അപ്പോൾ അപ്പനെ ഫോളോ ചെയ്തെങ്കിൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി, അവൻ കൃഷിക്കാരനാകും. കൃഷിയായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. എന്നെ കൃഷിക്കാരനാക്കണം നിർബന്ധമായിരുന്നു. കൃഷിക്കാരൻ വെച്ചാൽ വലിയ കൃഷിക്കാരനാണ്, ചെറിയൊരു കൃഷിയല്ല, വലിയ കൃഷിക്കാരനാക്കണം എന്നുള്ളത്. പക്ഷെ അപ്പന് ആഗ്രഹം മോൻ പട്ടാളത്തിൽ ചേരണം എന്നുള്ളത് എനിക്ക് മനസ്സിൽ ഉണ്ട്, ഇപ്പോഴുണ്ട്. കുറച്ചൊക്കെ ചേരാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമൊക്കെ ഇപ്പോഴും വിഷമക്കുള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഞാനൊരു വർഷം നമ്മുടെ CRPF ക്യാമ്പിൽ സർവീസ് ചെയ്യാൻ എനിക്ക് പറ്റി. ഞാൻ അച്ഛനായതിനു ശേഷം ഇന്ത്യയിൽ, നാട്ടിൽ ചെന്നൈയിലായിരുന്ന സമയത്ത്. എനിവേ, ഞാൻ പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ ഇമിറ്റേഷൻ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു മക്കളും മാതാപിതാക്കളെ ഇമിറ്റേറ്റ് ചെയ്ത് അവർ ചെയ്യണ കാര്യങ്ങൾ ചെയ്യുന്നോ, അല്ലെങ്കിൽ അവരായിരുന്ന അതേ തസ്തികയിലേക്ക് അവർ വരുമെന്നോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ടീച്ചർമാരുടെ മക്കൾ ടീച്ചറാവും, ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടറാവും, എൻജിനീയർമാരുടെ മക്കൾ ഡോക്ടറാകും. കൃഷിക്കാരൻ്റെ മക്കൾ എല്ലാവരും കൃഷിക്കാരനാകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 80% പേരുടെയും മാതാപിതാക്കൾ മിക്കവാറും കൃഷിക്കാരായിരുന്നിട്ടുണ്ടാകും. ആരെങ്കിലും ഡോക്ടർമാരുടെ മക്കളിവിടെ ഉണ്ടോ? ഒരു സാധ്യതയില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കാൻ നന്നായിരിക്കും. ഡോക്ടർമാരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ നാട്ടിൽ. ഞങ്ങളിവിടെ എത്തി ബിക്കോസ് ദേ വെർ ഡോക്ടേഴ്സ്. നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല ശരിക്കും. അപ്പോൾ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കാണും. എനിവേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ പണിയല്ല എന്നുള്ള കാര്യം പിന്നീട് നമ്മൾ മനസ്സിലാക്കും. ഈ പണി ഫോളോ ചെയ്യലല്ല, തൊഴിൽ
നമ്മൾ അനുകരിക്കലല്ല നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ മാതാപിതാക്കൾ നീട്ടിരിക്കുന്ന ചില ക്വാളിറ്റീസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തിയാക്കുന്നത്. നമ്മുടെ അപ്പനിൽ നിന്നും നമ്മുടെ അമ്മയിൽ നിന്നുമൊക്കെ നമ്മൾ കണ്ടുപിടിച്ച ചില ഗുണങ്ങളുണ്ട്, ചില നല്ല ഗുണങ്ങൾ. അപ്പനെ കണ്ട് പഠിച്ചവൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ പിറന്ന് കുടുംബത്തിൻ്റെ ജീവിത രീതികൾ കണ്ട് മനസ്സിലാക്കി സേവനം ചെയ്യാനും ശുശ്രൂഷ ചെയ്യാനും നന്മ ചെയ്യാനും ത്യാഗം സഹിക്കാനും കൂടെയിരിക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ ശരിയായ രീതിയിൽ ആ അപ്പൻ്റെ മകനാണ് അല്ലെങ്കിൽ ആ അപ്പൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാനായിട്ട് പറ്റുക. പലപ്പോഴും നമ്മളൊക്കെ അറിയപ്പെടുന്നത് ഇന്ന ആളുടെ മകൻ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലെ പയ്യൻ, ഇന്ന കുടുംബത്തിലെ കൊച്ച്, ഇന്ന കുടുംബത്തിലെ പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതിനെപ്പോഴും ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. എവിടത്തെ കുട്ടിയാണ്, അതൊരു സെപ്പറേഷൻ അല്ല, ഡിഫറൻസ് അല്ല, പക്ഷേ ക്വാളിറ്റേറ്റീവ് ആയിട്ട് എന്ത് സാധനത്തിന് എന്ത് പ്രോഡക്റ്റിനും അതിൻ്റെ പ്രത്യേകതയുണ്ട് അല്ലേ. ക്വാളിറ്റി നമ്മൾ തിരിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കുടുംബം. അവിടെ നിന്ന് അവര് സംശീകരിക്കുന്ന ചില ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കും. അവിടെയാണ് ഈ കർത്താവ് പറയുന്ന പിതാവ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഉപദേശം അല്ലെങ്കിൽ ആ സന്ദേശം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്നുകൂടിയൊക്കെ വിലയിരുത്തണം. ഒന്ന്, ആ കുടുംബം, ഞാൻ ആയിരിക്കുന്ന കുടുംബം എനിക്ക് നല്ല ഗുണങ്ങൾ പ്രായോഗികമായ രീതിയിൽ നൽകിയിട്ടുണ്ടോ, ഞാൻ എൻ്റെ മക്കൾക്ക്, ഞാൻ വളർത്തുന്ന മക്കൾക്ക് ഇത് കൊടുക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ മുതിർന്നവരായിട്ടുള്ളവർ, മാതാപിതാക്കളായിരുന്നിട്ടുള്ളവർ ചിന്തിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഒട്ട് യോജിക്കുന്നില്ല, അത് നല്ലതാണ്. ഒരിക്കൽ എന്നോട് ചോദിച്ചു, ചില കാര്യങ്ങളിൽ ഞാൻ ഇപ്പോൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് യോജിക്കുന്നില്ല, ചില കാഴ്ചപ്പാടുകളോട്. എനിക്ക് 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലായത്, അതിനോട് യോജിക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ അന്ന് ഞാൻ യോജിച്ചിരുന്നു, ഏത് കുട്ടിയായിരുന്നപ്പോൾ ഞാൻ യോജിച്ചിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സംശീകരിക്കേണ്ടത്, എടുക്കുകയും വേണ്ടാത്തതിനെ വേണ്ടാന്ന് വെക്കുമ്പോഴും കൂടിയാണ് ശരിയായ രീതിയിൽ നമ്മൾ വളർന്നു എന്ന് വരുന്നത്. നിങ്ങൾ ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കളുള്ളവരുണ്ട് അവിടെ മാതാപിതാക്കളുടെ ഇടയിൽ. അവര് ഈ അമ്മയോട് ടെൻഷൻ തുടങ്ങുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 15 ഒക്കെ ആയി കഴിയുമ്പോൾ അവർ ഫൈറ്റ് ചെയ്ത് കൊടുക്കും. ഒരു ടീനേജ് ടൈമിൽ അല്ലേ, അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. കാരണം അവർക്കൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ആൺകുട്ടികൾ കുറച്ചുകൂടി സമയം എടുക്കുന്നു എനിക്ക് ഞാൻ തോന്നുന്നത് ഒരു ഫൈറ്റിങ്ങിലേക്ക് എത്താനായിട്ട്. പക്ഷേ ഗേൾസ് ആർ ലിറ്റിൽ ബിറ്റ് ക്യുക്കർ. നമ്മൾ എല്ലാം എടുക്കുമ്പോഴും ചിലത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യും അല്ലേ, ആണോ അല്ലെന്നാണോ പറയണേ? ആണ്. നമ്മളൊരു കുടുംബത്തിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളാവുകയുള്ളൂ. കാരണം പുതിയൊരു ചരിത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പുതിയൊരു തലമുറ, ന്യൂ ജനറേഷൻ എപ്പോഴും പുതുചരിത്രം ഉണ്ടാക്കുന്നത്, പുതിയ ബിഗിനിങ് ആണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവാകുന്നത് പുതിയൊരു സ്വഭാവവും പുതിയൊരു കാഴ്ചപ്പാടും പുതിയൊരു ലോകവീക്ഷണവും പുതിയൊരു സുവിശേഷവും പ്രഘോഷിച്ചുകൊണ്ടാണ് ക്രിസ്തു കടന്നു വരുന്നത്. പഴയ നിയമം പ്രഘോഷിക്കാനല്ല കർത്താവ് വന്നത്. പക്ഷേ പഴയതിൻ്റെതായ എല്ലാ നന്മയും കരുത്തും ആർജിച്ചുകൊണ്ട് ആണ് കർത്താവ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ചത്. പഴയ നിയമ ഗ്രന്ഥത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായ ക്രിസ്തു ദൈവത്തെക്കുറിച്ച്, യഹോവയെക്കുറിച്ച് ജനത്തിന് പറഞ്ഞു കൊടുത്തത്
ദൈവം പിതാവാണെന്നാണ്, അല്ലെങ്കിൽ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കണം. വളരെ ദൂരെ നിന്ന് കാണാനോ അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത ഒരു മഹത്തരമായ വസ്തുത അങ്ങനെ നിൽക്കുന്നു, നിങ്ങൾ കണ്ടാൽ ചത്തുപോകും എന്ന് വിശ്വസിച്ചിരുന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും അടുത്ത പിതാവിനെ പോലെ അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തെ എന്ന് പഠിപ്പിച്ചതാണ് ക്രിസ്തു. ചില പഴയ കാഴ്ചപ്പാടുകളെ മാറ്റി തിരുത്തിയവനാണ് ക്രിസ്തു. അപ്പോൾ മാത്രമാണ് നമ്മൾ പുതിയ തലമുറയാകുകയുള്ളൂ. നമ്മളെല്ലാവരും പഴമയിൽ നിന്ന് പഴമയെക്കുറിച്ച് അഭിമാനം കൊള്ളുമ്പോൾ, ഞാൻ അഭിമാനം കൊള്ളുന്നവനാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ ഏത് വീട്ടിൽ ജനിച്ചു, എൻ്റെ മാതാപിതാക്കൾ ആരാണ്, എൻ്റെ സഹോദരങ്ങൾ ആരാണ്, എൻ്റെ നാട്ടുകാരാരാണ്, എൻ്റെ അയൽവക്കക്കാരാരാണ്, എൻ്റെ ടീച്ചർമാരാരാണ് എന്നുള്ളതൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ലോക വീക്ഷണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ വ്യത്യസ്തരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ പുതിയ സുവിശേഷം നമ്മൾ അവിടെ ആരംഭിക്കുകയാണ്. ക്രിസ്തു വന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നോക്കുക, അവിടെ മനുഷ്യരെ സ്ലേവ്സ് ആയിട്ട്, അതിൻ്റെ മലയാളം അടിമകളായിട്ട് മനുഷ്യരെ കണ്ടിരുന്നു, വിവേചനം കണ്ടിരുന്നു. സ്ത്രീകളെ മാറ്റി നിർത്തുന്ന, രണ്ടാം കടക്കാരെ മൂന്നാം കടക്കാരായിട്ടുള്ള മനുഷ്യരായിട്ട് മാറ്റി നിർത്തിയായിട്ട് കണ്ടിരുന്നു. രോഗികളായിട്ടുള്ള മനുഷ്യരെ കണ്ടിരുന്നു. അവരെയെല്ലാം ദേവാലയത്തിൽ പ്രവേശിക്കാൻ പോലും അവകാശമില്ലാത്തവരായിട്ട് കണ്ടു. ഇവിടെയാണ് ക്രിസ്തു പുതിയ സുവിശേഷവുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഞാൻ പിതാവിൽ നിന്ന് വന്നവനാണ്, പിതാവ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു കൊണ്ടുവന്ന ഈ സുവിശേഷം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതെ, അവൻ പിതാവിൽ നിന്ന് വന്നവൻ തന്നെയാണ്. അവൻ പിതൃത്വത്തിലേക്കാണ് നമ്മെ കൂടി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പിതൃത്വം നഷ്ടപ്പെടുത്തുവാനല്ല, മറിച്ച് മക്കളുടെ സാന്നിധ്യത്തിലേക്ക്, മക്കളുടെ യോഗ്യതയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യം ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. നമ്മൾ അടിമത്തത്തിൽ ജീവിക്കാനുള്ളവരല്ല, മരിച്ചവരെ പോലെ മൃതപ്രായരായിട്ട് മാറി നിൽക്കേണ്ടവരല്ല, ഭ്രഷ്ട് കൽപ്പിക്കപ്പെടേണ്ടവരല്ല എന്നുള്ള കാഴ്ചപ്പാട് ക്രിസ്തുവിനുണ്ടായിരുന്നു. അങ്ങനെ പുതിയ കാഴ്ചപ്പാട്, ഉയർന്ന ചിന്താഗതി, കുറച്ചും കൂടി നമുക്ക് ലീപ്പ് ഓവർ ചെയ്യാനായിട്ട്, നമ്മളുടെ ബൗണ്ടറീസ് ഒക്കെ ഒന്ന് ചാടിക്കിടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. അത് തന്നെയാണ്. പലപ്പോഴും നമ്മളൊക്കെ ഉയർത്തെഴുന്നേൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ക്രിസ്തു പറയുന്നുണ്ട്, രണ്ടു കൂട്ടരെയും ഉയർക്കും. ഇതേണ്ട, അതെ, നന്മ ചെയ്തവരും ഉയർത്തെഴുന്നേൽക്കും, തിന്മ ചെയ്തവരും. ഉയർത്തെഴുന്നേൽപ്പ് എല്ലാവർക്കും ഉണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് ആർക്കും ഡിനേ ചെയ്തിട്ടില്ല ഇവിടെ സുവിശേഷാടിസ്ഥാനത്തിൽ, ഞാനായിട്ട് പറയുന്നതല്ല. പക്ഷേ എന്ത് കാണാനാണ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നത്? എന്ത് ചെയ്യാനാണ് ഞാൻ ഇനി ഉയർത്തെഴുന്നേൽക്കേണ്ടത്? വീണ്ടും തിന്മ ചെയ്യാനാണോ അതോ വേറെന്തും ചെയ്യാനാണോ? ഇപ്പൊ നന്മ ചെയ്തവ ഉയർത്തെഴുന്നേൽക്കുന്നത് ജീവന്റെ ഉയർപ്പിലേക്കാണ്. ജീവൻ, ലൈഫ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടല്ലേ, to bring life to others. നമുക്ക് ജീവിക്കാനല്ല, ഞാൻ ഇനിയും 100 വർഷം ജീവിക്കണം എന്നുള്ളതല്ല ഇവിടെ. അതല്ല. ഇനി തിന്മ ചെയ്തവർ ഉയർത്തെഴുന്നേൽക്കേണ്ട സ്ഥിതി എന്തായിരിക്കും? ചില ആൾക്കാരൊക്കെ ഇവിടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കാൽമ ആംഗിളൊക്കെ വിടാറുണ്ട് അല്ലേ. അവരെ പുറത്ത് വിടരുത് എന്ന് പറയുന്നത്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ വീണ്ടും they start killing, destroying people. ഈ രണ്ട് കോൺസെപ്റ്റ് എടുത്ത് നോക്കി വളരെ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മലയാളികളോട് ആയതുകൊണ്ട് പറയുന്നില്ല, ഞാൻ സാധാരണ ഈ വെള്ളക്കാർ അവരോടാണ് കൂടുതലും പറയുന്ന ഇക്കാര്യം. നമ്മൾ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. നമ്മുടെ ഈ രാജ്യം, ഇപ്പം നമ്മുടെ കൺട്രിയിൽ നിന്ന് തന്നെ ഇവിടെ നമ്മുടെ രാജ്യം വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. കഴിഞ്ഞ 1 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്രൈം റേറ്റ് 25% കൂടിയിരിക്കുകയാണ്.
domestic violence, gender-based violence, crime that has simply gone through the roof. അവിടെയാണ് കുടുംബത്തിൽ പിറന്ന മക്കൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ സ്പെഷ്യലി ടീനേജേഴ്സിന്, ബോയ്സിനെ ട്രെയിൻ ചെയ്യേണ്ടത്, ആൺമക്കളെ ട്രെയിൻ ചെയ്യേണ്ടത്. ഇറ്റ്സ് ഈസി ടു ഹരാസ് സംവൺ, അല്ലേ? നമുക്ക് ആരുടെ വേണമെങ്കിലും താടിക്കിട്ട് നമുക്ക് തട്ടാം, ആരെ വേണമെങ്കിലും നമുക്ക് അവരോട് വേണമെങ്കിലും നമുക്ക് നാസ്റ്റിയായിട്ട് പെരുമാറാം, മോശമായിട്ട് പെരുമാറാം. അതിന് പ്രത്യേകിച്ച് നമ്മൾ എഫർട്ട് ഒന്നും എടുക്കണ്ട. യു ക്യാൻ ഡു എനിത്തിങ്. പക്ഷേ ടു ഡു ഗുഡ്, നന്മ ചെയ്യണമെങ്കിൽ കുറെ എഫേർട്ട് നമ്മൾ ഇടണം. സാക്രിഫൈസ് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. നമ്മൾ പെട്ടെന്ന് ബോയിലാവും, നമ്മുടെ ബ്ലഡൊക്കെ പെട്ടെന്ന് അങ്ങ് ബോയിലാവും. ഞാനൊക്കെ പെട്ടെന്ന് ബോയിലാവുന്ന ആളാണ്, തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. നമ്മൾ പെട്ടെന്ന് ബോയിലാവും, അജിറ്റേറ്റഡ് ആവും, ഗെറ്റ് ആംഗ്രി, I want to do something. My fist ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, അല്ലേ? യങ്സ്റ്റേഴ്സ്, you feel that way sometimes. You want to punch on the nose and straight away and finish them off like that, kick them down, or feel like wielding, kind of. Yeah, it's there. ഇവിടെയാണ് നമ്മൾ ഇവിടെ നിന്ന് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ ചോദ്യം ചെയ്യുന്നത്. Where do I come from എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആശയങ്ങളെയും ഒക്കെ നല്ല രീതിയിൽ പുതുമയിലേക്കും നന്മയിലേക്കും ജീവനിലേക്കും ഉണ്ടാകുവാനായിട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ജീവനിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പായിരിക്കണം. ജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടും ജീവൻ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടും ഉള്ള ഉയർത്തെഴുന്നേൽപ്പ് ആയിരിക്കണം. കർത്താവ് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറകളെ സംരക്ഷിക്കട്ടെ, നല്ല രീതിയിൽ വരാനായിട്ട് സഹായിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.